ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻവിയ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മുട്ടപ്പഴം കൊണ്ടുള്ള ഷെയ്ക്കാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് മുട്ടപ്പഴം ഒന്നും വീടുകളിൽ ഉണ്ടായാലും നമ്മൾ കഴിക്കില്ല, നമുക്ക് അതിൻ്റെ ഒരു കുത്ത് കാരണം നമുക്കതൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കഴിക്കാത്തവരും കൂടി നമ്മളിത് കഴിക്കും. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഇനി നോക്കാം. നല്ല പഴുത്ത 2 മുട്ടപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു ഞാലിപ്പൂവൻ പഴം ഇടുന്നത് ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുട്ടപ്പഴത്തിന് സാധാരണ ഒരു കുത്തുള്ള കാരണം ചിലർ കഴിക്കില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ കുത്തുമണം പോകാൻ വേണ്ടി നമ്മൾ 3 ഏലക്കായ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര, ഒരു പാക്കറ്റ് പാല്. ഞാൻ മുട്ടപ്പഴത്തിൻ്റെ കുരു ഒക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര. മുട്ടപ്പഴത്തിന് മധുരം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ടാൽ മതി. കുട്ടികളുള്ള കാരണം കുറച്ച് കൂടുതൽ പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട്. 3 ഏലക്കായ, ഒരു പാക്കറ്റ് പാൽ. നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന 5 രൂപ വരെ പാക്കറ്റില്ലേ ഈ ഹോർലിക്സിൻ്റെ, അതൊരു 3 എണ്ണം മേടിച്ചിട്ട് അതിലിട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഹോർലിക്സ് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഹോർലിക്സ് ഇട്ട് കഴിഞ്ഞാൽ. നമ്മളിത് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇതിന് മുകളിൽ നമ്മൾ ഈ കപ്പലണ്ടി മുന്തിരിയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടപ്പഴം ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീടുകളിൽ ഇതന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ടായ മുട്ടപ്പഴം തന്നെയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയേക്കണത്. ഇവിടെ കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമില്ല, അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.